എവിടെ പോണേ? എന്തിന്? ഗ്രാൻഡ് മാൾ? ഗ്രാൻഡ് മാൾ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മെട്രോ മാൾ. ചുമ്മാ ഞാൻ മാത്രം പോകാനുള്ളത്, പിന്നെ നിന്നെയും കൂടി പാവം നോക്കി വിളിച്ചത്. പിന്നെ ഞാൻ വടപ്പാളിലേക്ക് പോയില്ല. ശരി, അവിടെ എന്തൊക്കെ ബഹളം കാണിക്കാനുള്ള പ്ലാന്? നോ ചാൻസ്. സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇന്ന് ഞാനും എൻ്റെ കുട്ടിയും കൂടി ഫ്രണ്ട്സിൻ്റെ കൂടി ഒരു ഔട്ടിങ്ങിന് പോവുകയാണ്. ആക്ച്വലി ട്രാംപ്ലിംഗ് പാർക്കിൽ കുറേ ദിവസം മുമ്പ് പോയിട്ടുണ്ടായിരുന്നല്ലോ, വുമൻസ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന്. അപ്പം തൊട്ട് അവൾ ഒരേ വഴക്ക്, അവളെയും കൊണ്ടുപോകണം, അവൾക്ക് വേണം, അവൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. സോ അതുകൊണ്ട് നമ്മൾ തിരിച്ചതാണ്. ട്രെയിനിൽ സ്നാക്സ് എവിടെ പോണേന്ന് അവൾക്ക് അറിഞ്ഞൂടാ, എവിടെ പോണേന്ന് അവൾ ചോദിക്കുന്നു. നീ ചൊല്ലു, എവിടെ പോണേ? അറിയില്ല. ദിയ ഭയങ്കര ശല്യം, ദിയയെ കൊണ്ട് കളയാൻ. ശരി, ഞാൻ ഡയറ്റിലാണെന്ന് റെയിൽവേ സ്റ്റേഷനിൽ കഴിക്കാൻ എൻ്റെ ഫ്രണ്ട് വാങ്ങിയിട്ട് വന്നത്. ഞാൻ ഡയറ്റിലാണെന്നുള്ളത് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ വാശിക്ക് പഴി തീർക്കുന്നത്. ഓക്കെ, എന്നാലും ഞാൻ ഇത് കഴിക്കൂല. എന്തായാലും ரயில்வே ஸ்டேஷன் வந்துட்டோம். இங்கேருந்து தாம்பரம் போயிட்டு മലയാളത്തിൽ ട്രൈ അറിയില്ല. ഇവിടെ കോടമ്പാക്കം സ്റ്റേഷൻ വരും. ഇവിടെ നിന്ന് താമ്പരം സ്റ്റേഷൻ പോയി അവിടെ നിന്ന് മെരീന മാളിലെ പിറகு സർപ്രൈസ് ഉണ്ട്. ആർക്കാണ് സർപ്രൈസ്? എന്തോന്ന് സർപ്രൈസ്? ஆக்சுவலி தியா கொஞ்சம் முன்னாடி കുറച്ച് ദിവസം മുമ്പ് ഞാൻ എഗ്മോർ മ്യൂസിയത്തിൽ ഞാനും ജനിയും ദിയയും കൂടെ പോയിരുന്നു. അപ്പോൾ ദിയ ആവശ്യക്കാർക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊരാൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ച്, ദിയ നിങ്ങൾ കൊടുക്കുകയാണെന്ന് പറഞ്ഞു, അപ്പോൾ തരുകയാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, എനിക്ക് നോ പ്രോബ്ലം, ശല്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വല്ലതും ഉപകാരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് അവർ മെരീന മാളിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. സോ മെരീന മാളിൽ പോയിട്ട് അവളെ കൊടുത്തിട്ട് ആ പൈസയ്ക്ക് നമുക്ക് ഫുഡ് അടിക്കണം. അയ്യോ, എൻ്റെ കൺമണി, ഞാൻ കൊടുക്കൂല, പവിത്രയെ കൊടുക്കും. അവൾ ദിയയെ ചോദിച്ചിരുന്നു. അപ്പോൾ ദിയ സമ്മതമല്ല, ദിയയ്ക്ക് സമ്മതമില്ല. അപ്പോൾ പവിത്രയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടെന്ന് ശല്യം. കാരണം എന്ന് വെച്ചാൽ അവളെ കുറേ ദിവസം കൊണ്ട് നാട്ടിൽ വീട്ടിൽ അല്ല, ഇവളെ കുറേ ദിവസം കൊണ്ട് വീട്ടിൽ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. അപ്പോൾ കല്യാണം അവൾ കഴിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളെ കളയാൻ തീരുമാനിച്ചു. അവളെ കൊണ്ടുവന്ന് മെരീന മാളിൽ ഏതെങ്കിലും നല്ല ചെക്കനുണ്ടെങ്കിൽ, കാണാൻ കൊള്ളാമെന്നുള്ള ചെക്കനുണ്ടെങ്കിൽ കൊടുക്കും. കാണാൻ കൊള്ളാമെന്നല്ല, കാണാൻ കൊള്ളാത്ത ചെക്കനുണ്ടെങ്കിൽ കൊടുക്കും. കൊള്ളാമെന്നുള്ളതെങ്കിൽ നമ്മൾ നോക്കും, കൊള്ളാത്തതാണെങ്കിൽ പവിത്രയും കൊടുത്തിട്ട് വരും. അത്രയേ ഉള്ളൂ. We are in diet. Baked day. Written as baked, not fried. Okay. ഞാൻ ഇരിക്കുന്നിടത്തു നിന്ന് ഒരുപാട് ദൂരമാണ് ആ മാൽ. സോ ഞാൻ ലോക്കൽ ട്രെയിൻ കയറിയിട്ടാണ് അവിടേക്ക് പോവേണ്ടത്. സോ പിന്നെ രണ്ട് ഫ്രണ്ട്സ് അവിടെ കാറിലുണ്ട്. പിന്നെ രണ്ട് ഫ്രണ്ട്സ് കാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ കാറിൽ കയറിയാണ് പോയിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയും കൂടെ ഉണ്ട്, അവൾ ചെറിയ കുട്ടിയാണ്. സോ അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ച് ഉറക്കൊക്കെ പോയി. നമ്മൾ മാക്സിമം ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുമ്പോൾ നല്ല രസമാണ്. എപ്പോഴും വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടിയിരിക്കാണ്ട് വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടി പോയി വൈബൊക്കെ ചെയ്തിട്ട് വരുമ്പം നല്ല രസമുണ്ടായിരിക്കും. പിന്നെ ഇന്ന് എൻ്റെ മോളും എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ല, അവർ രണ്ടുപേരും കൂടി കമ്പനി കൂടിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആദ്യം ഡയറക്റ്റായിട്ട് പോയത് മെരീന മാളിലേക്ക് പോയിട്ട് ട്രാംപ്ലിംഗ് കളിച്ചിട്ട് പിന്നെ ഒരു മൂവി കൂടെ കണ്ടിട്ട് വരാമെന്നുള്ള ഒരു ഐഡിയയിലാണ്. ഡ്രാഗൺ മൂവി ഈ കൂട്ടത്തിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മാത്രം കണ്ടിട്ടില്ലായിരുന്നു, മറ്റുള്ള 2 ദ്രോഹികളും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കണ്ടില്ലാത്തതുകൊണ്ട് ഡ്രാഗൺ മൂവി കൂടി കണ്ടിട്ട് വരാമെന്നുള്ള അഭിപ്രായത്തിലാണ്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ കയറിയിട്ട് ചെറിയൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ചു. സോ പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ബിസ്ക്കറ്റ് പോലെ എന്തോ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് അൺപാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇപ്പുറത്തു നിന്ന് കൈ നീട്ടി, പവിത്ര അപ്പുറത്തു നിന്ന് കൈ നീട്ടി. അപ്പോൾ പിള്ളേർ കഴിച്ചോ ഇല്ലയോ, നമ്മൾ കഴിച്ചു.
സോ അങ്ങനെയൊക്കെ നമ്മൾ മാളിലേക്ക് എത്തി. സോ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഈ പാണ്ടയുടെ ടാറ്റു പോലെയൊക്കെ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്ത് നമുക്ക് വന്നിട്ട് ചോക്ലേറ്റ്, ക്രീം, സ്ട്രോബെറി അങ്ങനെ എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ரோஷி நல்லா இருக்கா? സൂപ്പർ சூப்பர். கொள்ளாமா தியா? கொள்ளாமா பவி? நல்லா இருக்குமானு ரோஷி இங்க பாரு, ரோஷி தான் ஃபுல் வைப்ல இருக்கா. ஒரு வாட்டி வைப் பண்ணுங்க ப்ளீஸ். சொல்லு தியா பரா. ഞാനൊക്കെ ഇരിക്കുന്നിടത്ത് നിന്ന് ഈ മെരീന മാൾ അറൗണ്ട് 3 hours എന്തോ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 2 മണി 1 മണിയുടെ അടുത്ത് എന്തോ ആയെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മളിപ്പോൾ മാളിലേക്ക് വന്നു. ഇനി വന്നു പോറോന്ന്. സോ നെക്സ്റ്റ് ട്രാംപ്ലിംഗ് പാർക്ക്. வாஷ்ரூம் இருக்குங்க. പോയതാണ് ട്രാംപ്ലിംഗ് പാർക്ക് എന്ന് പറയുന്നത്. ഇത് ഡക്ക് ഔട്ട് എന്നാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ തന്നെ കുറേ തപ്പി പിടിച്ചു. 5th ഫ്ലോറിലാണ്. പക്ഷേ 5th ഫ്ലോറിലേക്ക് ലിഫ്റ്റ് ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു. നമ്മൾ പിന്നെ പടിയും കാര്യങ്ങളൊക്കെ കയറി പറക്കി പോയപ്പോഴാണെങ്കിൽ ചെറിയ കുട്ടിയുണ്ട്, ഇവളുടെ പേര്. സോ ഇവളെ അതിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. അവളെ പറ്റില്ല, ചെറിയ കുട്ടികളെ കയറ്റാറില്ല, മിനിമം 5 വയസ്സിന് മുകളിൽ വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഇല്ലല്ല, നമ്മൾ ഓൺ റിസ്കിൽ കൊണ്ടുപോയിക്കോളാം, കുഴപ്പമില്ല, ഒരു 1/2 hourലേക്ക് എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തപ്പം അവർ ഒരു വിധത്തിൽ സമ്മതിച്ചു. പക്ഷേ കുട്ടിയെ നോക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞു. നമുക്ക് പിന്നെ അവൾ നമ്മളെക്കാട്ടിലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ട്രാംപ്ലിൻ പാർക്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ടയർഡായി. 5th ഫ്ലോർ വരെ നടന്നു വന്നു. അയ്യോ, ഒരു സോഫ പോട്ടില്ലെങ്കിൽ. ഐ തിങ്ക് 1 hourന് വന്നിട്ട് അറൗണ്ട് 600 എന്തോന്ന് തോന്നുന്നു. നമുക്ക് സോക്സ് മസ്റ്റാണ്. സോ ആ സോക്സിന് 80 rupees എക്സ്ട്രാ. സോ ഇതൊക്കെ കൊടുത്തു, പിന്നെ വാങ്ങിക്കൊണ്ട് വന്നു. കണ്ടല്ലേ 2 ഓട്ടം, കുടുന്ന് ഓട്ടുക. പിന്നെ അവിടെ ഇരുന്നിട്ട് നമുക്ക് ഈ ചപ്പലൊക്കെ മാറ്റി അഴിച്ച് വെച്ചിട്ട് ലോക്കറൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മളുടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ വെച്ചിട്ട് ഷോക്സൊക്കെ ഇട്ടിട്ടാണ്. ഇപ്പോഴേ എൻ്റെ കുട്ടി കുതിക്കാൻ തുടങ്ങി, തുള്ളൽ. ആക്ച്വലി ഇത് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ പിള്ളേരെക്കാട്ടിലും നമ്മളാണ് എൻജോയ് ചെയ്തത്. അങ്ങനെ തുള്ളലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 1 hour ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. സൂര്യ പോണ്ട. போகும்போது அவங்களுக்கே தெரிஞ்சிச்சு நம்ம காலிட்டு, அதனால எக்ஸைட் வச்சுருக்கோம். കഴിച്ചിട്ട് പിന്നെ അടുത്ത മൂവിക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ്.
സോ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെ ഇരുന്ന് തന്നെ 2 റീലും കാര്യങ്ങളൊക്കെ എടുത്ത്, അതില്ലെങ്കിൽ നമുക്ക് പറ്റില്ല. സോ റീൽസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ എൻ്റെ കുട്ടിയും അവളും കൂടി നല്ല കമ്പനിയായിരുന്നു, മാറി മാറി വാരി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, ഫുഡ് കോർട്ടിൽ തന്നെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ ഒരു 2 റീൽസൊക്കെ എടുത്തു. റീൽസൊക്കെ എടുത്തിട്ട് പിന്നെ ലൈറ്റായിട്ട് നമുക്ക് വന്നിട്ട് മൂവി ബുക്ക് ചെയ്തു. ഐ തിങ്ക് മൂവി ബുക്ക് ചെയ്തപ്പോൾ തന്നെ 6 മണിക്കുള്ള മൂവിയാണ് ബുക്ക് ചെയ്തത്. നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം നമുക്ക് ഐ തിങ്ക് 4 o'clock എന്തോ ആയെന്ന് തോന്നുന്നു. പിന്നെ 4 o'clockന് കഴിച്ചിട്ടാണ് നമ്മൾ 4 o'clockന് കഴിച്ചിട്ടാണ് നമ്മൾ മൂവിക്ക് പോയത്. മലയാളം ஸோ அடுத்த நம்ம டிராகன் மூவி കാണാൻ വന്നിട്ടുണ്ട്. We'll give you the review. So I've already watched twice. So this is my 3rd time. Let's see. വിട്ടിട്ട് പോയതാണ്, എന്നെ വിട്ടിട്ട് പോയത്. நல்லா இருக்கு. ഫോട്ടോ എടുക്കും. കുട്ടിയുടെ അച്ഛൻ വാട്ട് ഈസ് ദിസ്? സോ മൂവിക്ക് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുന്നത് 2ഉം കണ്ടതുകൊണ്ട് അവർ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കൊല്ലും ഞാൻ പറയല്, ഞാൻ സസ്പെൻസായിട്ട് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് പിന്നെ മൂവി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ പാപ്കാനൊക്കെ കഴിഞ്ഞിട്ട് മൂവിയിൽ തന്നെ പാപ്കാനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ വിശപ്പൊന്നുമില്ല. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. നമ്മളിവിടെ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ 11 മണിയാവും, അത് ഉറപ്പാണ്. അതുകൊണ്ട് സോ ഫ്രണ്ട്സ്, ടൈം 9:30. ഡ്രാഗൺ മൂവി കഴിഞ്ഞു. മൂവിയൊക്കെ എൻജോയ് ചെയ്തു, നല്ല മൂവിയായിരുന്നു. സോ റിട്ടേൺ ബാക്ക് ടു അപ്പോൾ വാ ഈ അമ്മയ്ക്ക് സൈഡ് സീറ്റ് താടിയേ. പിന്നെ വണ്ടിയിൽ വരുമ്പോൾ സംസാരിച്ച് നമ്മളൊക്കെ ഈ ഫ്രണ്ട്സൊക്കെ ചേർന്നാൽ അങ്ങനെയാണല്ലേ, അലച്ചുകൊണ്ട് വരും, നമുക്ക് വേദനിക്കില്ല. പക്ഷേ ഈ റിലേറ്റീവ്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു 2 വർത്താനം പറയും, 3 വർത്താനം പറയും, എന്നിട്ട് സൈലൻ്റ് ആവും. പക്ഷേ കസിൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, കസിൻസും നല്ല വൈബായിരിക്കും. സോ നമ്മൾ ഏകദേശം